CPIയുടെ കടുത്ത എതിർപ്പിനിടെ കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതി PMCയുമായി സംസ്ഥാന സർക്കാരും CPIയും മുന്നോട്ട് തന്നെയാണ്. നയങ്ങൾ പറഞ്ഞ് കിട്ടാനുള്ള കോടികൾ വേണ്ടെന്ന് വെക്കണോ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിഷ്കളങ്കമായ ചോദ്യം. ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ എന്താണ് കുഴപ്പം എന്നുകൂടി മന്ത്രി കടത്തി ചോദിക്കുന്നു. കേന്ദ്രം നൽകുന്ന പദ്ധതികൾ കേരളത്തിന് ലഭിക്കണമെന്ന് പറഞ്ഞായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പദ്ധതിയിൽ ഒപ്പുവെച്ച നടപടിയെ ന്യായീകരിച്ചത്. CPIയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന സർക്കാരും CPIMും. എല്ലാ കാലത്തും ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർത്ത് നിൽക്കാനാകില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയിൽ താൻ നിലപാട് മാറ്റിയെന്നും മന്ത്രി. ഈ NEP എന്താണ് കുഴപ്പം ഒന്നൊന്ന് പറഞ്ഞേ. NEP എന്താ കുഴപ്പമെന്ന് പറഞ്ഞേ. ഞാൻ എന്റെ അഭിപ്രായം മാറ്റി. CPI മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് ലഭിച്ച കേന്ദ്ര ഫണ്ടുകൾ ചൂണ്ടിക്കാട്ടിയാണ് PM ശ്രീ പദ്ധതിയുടെ ഭാഗമാകാനുള്ള തീരുമാനത്തെ മന്ത്രി വി ശിവൻകുട്ടി ന്യായീകരിച്ചത്. പദ്ധതിയുടെ ഭാഗമായാലും മതനിരപേക്ഷതയിൽ വിട്ടുവീഴ്ചയില്ല. നയം പറഞ്ഞ് കിട്ടാനുള്ള കോടികൾ വേണ്ടെന്ന് വെക്കണോ എന്നും മന്ത്രിയുടെ ചോദ്യം. ഞാൻ പറയുന്നത് നമുക്ക് നയം പറഞ്ഞിട്ട് ഈ കിട്ടേണ്ട 1500 കോടിയും അതുപോലെ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടണമെന്നാണ് പറയുന്നത്. ഒരു NEPയുടെ പേര് പറഞ്ഞിട്ട് ഈ കാശ് നഷ്ടപ്പെടാൻ വേണ്ടി ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല. ഇടതു സർക്കാർ നടപ്പാക്കുന്നതെല്ലാം ഇടതു നയങ്ങളാണെന്ന തെറ്റിദ്ധാരണ വേണ്ട എന്ന പ്രതികരണമാണ് പദ്ധതിയെ ന്യായീകരിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് എന്നാണോ നിങ്ങൾ ധരിച്ചിട്ടുള്ളത്? ഞങ്ങൾക്ക് നയമുണ്ട്, പാർട്ടിക്ക് ഇടതുപക്ഷ പാർട്ടികൾക്ക് നയമുണ്ട്. അതേസമയം പദ്ധതിയിൽ ഒപ്പുവെച്ചതിൽ സംസ്ഥാന സർക്കാരിനെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് അഭിനന്ദിച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.